محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ക്രമപ്പെടുത്താനുള്ള ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നന്നായി തീരുന്നതിനുള്ള ചില ഘടകങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം സൂചിപ്പിച്ചത്. ഒരു വെക്കേഷൻ കാലഘട്ടം എന്ന നിലക്ക് നമ്മുടെ ആൺകുട്ടികളും നമ്മുടെ പെൺകുട്ടികളുമൊക്കെ ചില വിഷയങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് രണ്ടാഴ്ചകളിലൂടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നാം സംസാരിക്കുന്നത്. അതിലൊന്നാമതായിക്കൊണ്ട് നാം സൂചിപ്പിച്ചത് നമ്മുടെ കുടുംബ സംവിധാനം എന്നത്, ഭാര്യഭർത്തൃ ജീവിതം എന്നത് യോജിപ്പോടെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ടു പോകുക എന്നത് നമ്മുടെ മക്കൾ നന്നായി തീരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നതാണ്. പ്രശ്നങ്ങളും കാലുഷ്യങ്ങളും മാതാപിതാക്കൾ തോന്നിയതുപോലെ നടക്കുകയും ചെയ്യുന്ന കുടുംബത്തിൽ നിന്ന് നല്ല മക്കൾ വളർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് പെൺകുട്ടികളെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവന്നാൽ പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കുപ്പത്തൊട്ടിയിലെ പച്ചപ്പിനെ നിങ്ങൾ ഇഷ്ടപ്പെടരുത് എന്നതാണ്. അതുപോലും കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകാനും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാനും കാരണമായി തീരുമെന്നതാണ്. കഴിഞ്ഞയാഴ്ചയിൽ നാം സൂചിപ്പിച്ചത് സുഹൃത്തുക്കൾ എന്നത്, നമ്മുടെ സൗഹൃദ വലയം എന്നത് നമ്മുടെ ജീവിതം നന്നായി തീരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന കാര്യമാണ്. മറ്റൊന്നാണ്, പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്കിടയിൽ, നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ, അതല്ലെങ്കിൽ പുതിയ കാലത്ത് കുറച്ചധികം സ്ത്രീകൾക്കിടയിൽ വളർന്നു വരുന്ന, അതല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചില ലിബറൽ ചിന്താഗതികളുണ്ട്. അത് അവരിലേക്ക് ലഭിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ നിന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമൊക്കെ അവരെ സ്വാധീനിക്കുന്ന ചില ചിന്തകളുണ്ട്, ചില സംസാരങ്ങളുണ്ട്. അത് പലപ്പോഴും കുടുംബങ്ങളിലേക്കും കടന്നു വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും,
മൈ ലൈഫ് മൈ റൂൾസ്, എൻ്റെ ജീവിതം എൻ്റെ നിയമങ്ങൾ. അതങ്ങനെ ആരൊക്കെയോ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അവർ എല്ലാ കാര്യത്തിനും അവർ ചോദിക്കുക, അതെനിക്കിഷ്ടമുള്ള കാര്യമല്ലേ? അതല്ലെങ്കിൽ വേണ്ടാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ വിവാഹമില്ലാതെ ചാടിപ്പോയി എന്ന് വിചാരിക്കുക, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ അല്ല അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ തെറ്റുകളെ നോർമലൈസ് ചെയ്തുകൊണ്ട് അത് ഒരാളുടെ ഇഷ്ടമല്ലേ എന്ന ഒരു ചോദ്യത്തിലൂടെ എല്ലാം അവസാനിക്കുന്ന ഒരു പ്രവണത അത് പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നു. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഭാര്യ വൈകുന്നേരം 10 മണിക്ക് വീട്ടിലേക്ക് എത്തുമ്പോ അത് എന്റെ ഒരു ഇഷ്ടമല്ലേ എന്ന ഒരു ചോദ്യത്തിൽ ഒരു ഭർത്താവ് സ്തബ്ധനായി മറുപടിയൊന്നും പറയാതെ അതെന്റെ ഇഷ്ടമല്ലേ എന്നൊരൊറ്റ ചോദ്യത്തിൽ അത് അവസാനിക്കേണ്ടതാണ് എന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും വളർന്നു വരുന്നുണ്ടോ? പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത ചില സ്ഥലങ്ങളിലേക്കാണ് ഭാര്യമാർ പോകുന്നത്. അവരുടെ വേഷവിധാനത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല, അവരങ്ങനെയല്ല നടക്കേണ്ടത് എന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അവരങ്ങനെയല്ല വളർത്തേണ്ടത് എന്നതാണ് ഭർത്താവിന്റെ അഭിപ്രായം. പക്ഷെ ഒരൊറ്റ ചോദ്യത്തിൽ അതെന്റെ ഇഷ്ടമല്ലേ, എന്റെ ഇഷ്ടം ഇവിടെ നടപ്പാക്കാൻ അനുവാദമില്ലേ എന്ന ഒരു ചോദ്യത്തോടുകൂടി എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ കാലഘട്ടം വളരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്റെ ഇഷ്ടമല്ലേ എന്ന ചോദ്യമൊക്കെ ഒരു പക്ഷേ 2-3 കൊല്ലമൊക്കെ അങ്ങനെ പച്ച പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. മക്കളെ ശരിയായി നോക്കാതെ, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, മക്കളെ മതപരമായി വളർത്താതെ ഈ നല്ല കാലഘട്ടത്തിലൊക്കെ ചോദിക്കാം അത് എന്റെ ഇഷ്ടമല്ലേ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ. പക്ഷെ ഈ ഇഷ്ടമല്ലേ എന്ന ചോദ്യം അവസാന കാലത്തിൽ എത്തുമ്പോൾ വളരെ സങ്കടകരമായ ഒരവസ്ഥയിലേക്ക് കുടുംബ സംവിധാനം എത്തിച്ചേരുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു ചോദ്യം, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളട്ടെ എന്ന ഒരു ചിന്ത പലപ്പോഴും കടന്നു വരുന്നു. അതിൽപ്പെട്ടതാണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഡ്രസ് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്റെ വസ്ത്രവിധാനം ഞാൻ സ്വീകരിക്കും, എനിക്ക് ഇഷ്ടമുള്ളവരുമായി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പുകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ, അത് സിനിമയാണോ, അത് ആസ്വാദനമാണോ, അത് ഏതൊരു കാര്യമാകട്ടെ, അതെന്റെ ഇഷ്ടമല്ലേ, അത് ഞാൻ ചെയ്യും. നമസ്കരിക്കണോ, അതേ വേണ്ടേ, അതെന്റെ ഇഷ്ടമല്ലേ. ഇത് ചില മറുപടി ആയിക്കൊണ്ടാണ് ചിലപ്പോൾ വരിക, അതെന്റെ ഇഷ്ടമല്ലേ. ഞാൻ നമസ്കരിക്കണമോ ഞാൻ വേണ്ടയോ എന്നത് എന്റെ ഇഷ്ടമാണ്. എന്റെ ജീവിതവും എന്റെ ശൈലിയും എന്റെ ശീലങ്ങളും എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന ഒരു കോമണായ സംസാരം പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്നു. ഇവിടെ മതം എന്താണ് പറയുന്നത്? മതത്തിന്റെ ഒരു നിലപാട് എന്താണ്? നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ചെയ്യാം എന്നതാണ് മതത്തിന്റെ ആദ്യ നിലപാട്. നമുക്കിഷ്ടമുള്ളതാണോ നമുക്കത് ചെയ്യാം. എന്നാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ? നമുക്കിഷ്ടമുള്ളതല്ലേ, അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ലേ എന്നതിൽ അവസാനിച്ചോ? ഇല്ല. നമ്മുടെ ഇഷ്ടങ്ങൾ ആരുടെ ഇഷ്ടമാകണം എന്നതാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അത് ബേസാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ അത് അള്ളാഹുവിന്റെ ഇഷ്ടവുമായി ചേർന്നു പോകുന്ന ഒന്നാകണം. നമ്മൾ നല്ല ഒരു വെള്ളം കുടിക്കണം, ഒരു ജ്യൂസ് കഴിക്കണം, നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്നാൽ ആ ഇഷ്ടത്തിലേക്ക് ഹറാമായ ഒരു കാര്യം കടന്നു വന്ന് അതെന്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നതിന് വിശുദ്ധ ഇസ്ലാം എതിരാണ്. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി നമ്മളോട് സൂചിപ്പിക്കുന്നു. വളരെ ഗൗരവമായിട്ടാണ് ഖുർആൻ അത് സൂചിപ്പിക്കുന്നത്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു വഅദല്ലഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി وجعل على بصره عشاوة فمن يهديه من بعد الله أفلا تذكرون. ശുദ്ധ ഖുർആൻ പറയാണ്,
അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, തന്റെ ഇഷ്ടങ്ങളെയും തന്റെ ഇച്ഛകളെയും ദൈവമായി സ്വീകരിച്ചവനെ നീ കണ്ടുവോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നാം ധരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ ധരിക്കുന്ന വസ്ത്രവിധാനം, അത് അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അതിൽ അള്ളാഹുവിന്റെ നിയമം എന്താണ്? അള്ളാഹുവിന് അതിനൊരു നിയമമുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ഹറാമുകൾ അയാൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, ഈ മനുഷ്യൻ തന്റെ ഇച്ഛകളെയാണ് ദൈവമായി സ്വീകരിക്കുന്നത്, അതല്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെയല്ല ഇയാൾ സ്വീകരിക്കുന്നത്. മറിച്ചോ തന്റെ ഇഷ്ടങ്ങളെ ദൈവമായി സ്വീകരിക്കുന്നു, അല്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെയല്ല ആ മനുഷ്യൻ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുന്നവർ നമ്മുടെ മക്കളിലും നമ്മളിലുമൊക്കെ അങ്ങനെയുള്ള ചില നിയമങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ഖുതുബകൾ കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഖുതുബ പറയുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോ, ഇങ്ങനെയൊക്കെ ആയാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് തോന്നി, അപ്പൊ നമുക്ക് ഒരു ഇഷ്ടം അവിടെ നടപ്പിലാക്കാൻ കഴിയില്ലേ എന്ന് തോന്നി ഹറാമിന്റെയും ഹലാലിന്റെയും അതിരുകൾ ശ്രദ്ധിക്കാതെ നമ്മൾ പോയാൽ ഒരു പക്ഷേ തമാശകൾ പോണേയിരിക്കും. എന്താപ്പോ എല്ലാത്തിനും ഇങ്ങനെ കുറെ നിയമങ്ങളും നിയമാവലികളോ എന്ന് വിചാരിച്ച് നമ്മൾ പോകാൻ തുടങ്ങിയാൽ ഖുർആൻ പറയുന്നത് എന്താ അറിയോ? വഅളല്ലഹു അലാ ഇൽമിൻ, അറിവുണ്ടായിരിക്കെ ആ മനുഷ്യനെ അള്ളാഹു വഴിതെറ്റിച്ച് കളയും. അറിവുണ്ടാവും, എന്ത് ഈ കാര്യം ചെയ്യാൻ പറ്റൂല എന്ന് അറിവുണ്ടാവും. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലോ എല്ലാത്തിനും ഇങ്ങനെ നിയമങ്ങളോ, വസ്ത്രവിധാനത്തിനും നിയമോ. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ അതിനും ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല, അതിനൊരു നിയമോ. പെൺകുട്ടികൾ ഇങ്ങനെ വളർന്നു വരുമ്പോ അവർക്ക് ചില ഇഷ്ടങ്ങൾ, അവിടെ ഒരു നിയമോ. ആൺകുട്ടികൾ ഇങ്ങനെ വളർന്നു വരുമ്പം അവിടെ ഇസ്ലാമിലൊരു നിയമം. ഇങ്ങനെ എല്ലാ നിയമമൊന്നും നോക്കിയാൽ നടക്കൂല എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും സ്വീകരിക്കാതെ തന്റെ ഇഷ്ടങ്ങളെ പിൻപറ്റിയാൽ ഒരു തമാശക്കാണ് പിൻപറ്റിയതായിരിക്കും. പക്ഷേ ആ മനുഷ്യൻ അറിവുണ്ടാകും, ഇൽമുണ്ടാകും, ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്ന് അറിയും. പക്ഷേ ആ മനുഷ്യനെ അറിവുണ്ടായിരിക്കെ തന്നെ അള്ളാഹു വഴിതെറ്റിക്കും. അങ്ങനെ വഴിതെറ്റിയാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിനും കേൾവിക്കും അള്ളാഹു സീൽ ചെയ്യും. അങ്ങനെ പറഞ്ഞെന്താ, പിന്നെ ഉപകാരം ഉണ്ടാവില്ല. എന്ത് ഉപദേശം കേട്ടാലും സ്വാധീനം ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ആകണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അത് നമ്മെ സ്വാധീനിക്കൂല. അത് നമ്മെ സ്വാധീനിക്കൂല. അപ്പൊ നമ്മളെന്താ വരെ അറിയോ? അപ്പൊ എന്റെ ഇഷ്ടത്തിനൊന്നും ഒരു പരിഗണനയില്ല. ഉണ്ട്, അനുവദനീയമായ ഇഷ്ടങ്ങൾക്ക് പരിഗണനയുണ്ട്. അനുവദനീയമായത് ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാലോ അയാൾക്കറിയ പോകാൻ പറ്റൂല. മനസ്സിന് ചെറിയ കുത്തുണ്ട്, മനസ്സിൽ പ്രയാസമുണ്ട്, ഇതൊരു ശരിയല്ല എന്ന് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല, തുടങ്ങുമ്പോ ഉണ്ടാവും. പിന്നെ അതിനോട് നമ്മുടെ മനസ്സെന്ത് ചെയ്യും? ഏത് തിന്മയാണെങ്കിലും ചോർന്നു പോകും. അള്ളാഹു പറയാണ്, അങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിനും കേൾവിക്കും അള്ളാഹു സീൽ ചെയ്യും. അവന്റെ കാഴ്ചക്ക് അല്ലാഹു ഒരു മറവ് വെക്കും, പിന്നെ സത്യം കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹു ഒരു മനുഷ്യനെ ഹിദായത്തിലാക്കിയതിന് ശേഷം പിന്നെ അള്ളാഹുവിന് ശേഷം ആ മനുഷ്യനെ ഹിദായത്തിലേക്കാൻ വേറെ ആരുള്ളത്? വേറെ ആരുമില്ല. കാരണം അയാളുടെ ഇച്ഛകളെയും ഇഷ്ടങ്ങളെയുമാണ് പിൻപറ്റിയത്. അഫലാ തദക്കറൂൻ, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നതാണ് ഖുർആനിന്റെ ചോദ്യം. അപ്പൊ ഇത് ഒരു മനുഷ്യൻ വഴിതെറ്റുന്നതിൽ പ്രധാന ഘടകമാണ്. നമ്മളിങ്ങനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ തിന്മകളെ നോർമലൈസ് ചെയ്ത്
പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് എന്നല്ല, ആ കുടുംബത്തിന് തന്നെ ഇസ്ലാമികമായ വഴിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല. അതാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരിക്കലും ഒരാളും വിശ്വാസിയാകുകയില്ല. ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, തന്റെ ഇച്ഛകളെ, തന്റെ ഇഷ്ടങ്ങളെ ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നതുവരെ. നമുക്ക് കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും, നമുക്ക് കുറെ താല്പര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ആയിത്തീരണം എന്നതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൂചിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ഇച്ഛകളെയും നാം പിൻപറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ദുനിയാവിലെ നഷ്ടമാണ്. ഓരോ കാര്യത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വൈവാഹിക ജീവിതത്തെ കുറിച്ച് വളർന്നു വരുന്ന ഒരു തലമുറയുടെ കാഴ്ചപ്പാട് എന്താ? വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അത് വിവാഹം കഴിക്കാതിരിക്കുക എന്നത് ഒരാളുടെ ഇഷ്ടമാണോ? ഒരു പെൺകുട്ടി ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നത് അവളുടെ ഇഷ്ടമാണോ? അല്ല. മതത്തിന്റെ ഇഷ്ടം എന്താ? മതത്തിന്റെ ഇഷ്ടം വൈവാഹിക പ്രായമെത്തിയാൽ വിവാഹം കഴിക്കണം എന്നാണ്. അതല്ലെങ്കിൽ അവർ വ്രതമനുഷ്ഠിക്കണം എന്നാണ്. എന്തിനാ? അവരുടെ ലൈംഗികമായ ആവശ്യങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ അതാണ് ഉത്തമം. അപ്പൊ വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും, കഴിയാത്ത ആളുകൾ ഉണ്ടാകും, ശാരീരികമായ പ്രയാസമില്ലാത്ത ആളുകൾ ഉണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമല്ല, പക്ഷെ ഞങ്ങൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല. ഒറ്റ ഉത്തരവുള്ളൂ വാപ്പാന്റെ ചോദ്യത്തിന് കുട്ടിയുടെ, അതിന്റെ ഇഷ്ടല്ലേ? പക്ഷെ ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, നിങ്ങൾക്ക് പ്രായവും പക്വതയും എത്തിയാൽ നിങ്ങൾ വിവാഹിതരാകണം. ഫഇന്നഹു അഗല്ലു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങൾക്ക് ശുദ്ധിയോടുകൂടി വിശുദ്ധിയോടുകൂടി നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തി നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കൊണ്ട് സൂക്ഷിച്ച് ജീവിക്കാൻ വിവാഹമാണ് നിങ്ങളുടെ ഉത്തമം. അപ്പൊ അവിടെ ആരുടെ ഇഷ്ടം പിൻപറ്റേണ്ടത്? അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇസ്ലാമിന്റെയും ഇഷ്ടത്തെ പിൻപറ്റണം. ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ കൂടെ, ഒരു ഇതര മതസ്ഥരായ ഒരു മനുഷ്യന്റെ കൂടെ ജീവിതം തുടങ്ങി. ആ ജീവിതം തുടങ്ങിയത് ജീവിതം തുടങ്ങാത്ത നമ്മുടെ പെൺകുട്ടിയോ ആൺകുട്ടിയോ അറിഞ്ഞു വെച്ചു. നമ്മൾ ഭാര്യയും ഭർത്താവും വീട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കണം. എന്താ? ഇന്ന വീട്ടിലെ ഇന്ന കുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ പോയി. അപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന പെൺകുട്ടി നമ്മളോട് അതിനെന്താ, അത് അവളുടെ ഇഷ്ടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കരുതിക്കൊള്ളുണ്ടി അത് അവളുടെ ഇഷ്ടമാണോ? അല്ല. ഇസ്ലാമിന്റെ ഇഷ്ടം എന്താ? ഇസ്ലാമിന്റെ ഇഷ്ടം മുസ്ലിമിനെ വിവാഹം ചെയ്യണം എന്നുള്ളതാണ്. ആ ഇഷ്ടത്തിനെ മറികടന്നുള്ള ഒരു ഇഷ്ടം എന്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചു പോകാൻ പറ്റൂല. നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളിലുള്ള പെൺകുട്ടികൾ അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ജീവിതം തുടങ്ങി. ഉമ്മയും ബാപ്പയും ഓളെ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പോൾ പറയാം അതിന്റെ ഇഷ്ടല്ലേ? അവരൊറ്റ ചോദ്യത്തുമേ വാപ്പയും തകർന്നു പോകുകയാണ്. അത് അവളുടെ ഇഷ്ടമാണോ? അല്ല. വാപ്പ കൈ കൊടുത്ത് വലിയായി നിക്കാഹ് കഴിഞ്ഞാലേ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ സ്വന്തം ഇഷ്ടങ്ങളെ ദൈവമാക്കി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ ജീവിതത്തിലെ തകർച്ചയാണ്. അതാണ് ഖുർആൻ സൂറത്തു സുമറിലെ 7 ആയത്തുകളിലൂടെ മനുഷ്യന്റെ ചില വിലാപങ്ങളെ കുറിച്ച്, നാളെ പരലോകത്തെ ചില വിലാപങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു ബഗതതൻ വഅൻതും ലാ തശ്ഉറൂൻ. വത്തബിഉ, മനുഷ്യരെ നിങ്ങൾ പിൻപറ്റണം. എന്തിനെ? നിങ്ങളുടെ ഇഷ്ടത്തെയല്ല. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു ബഗതതൻ, വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു ശിക്ഷ വന്നെത്തുന്നതിന്റെ മുൻപ്, വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മരണം വന്നെത്തുന്നതിന്റെ മുൻപ് വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയുമാണ് പിൻപറ്റേണ്ടത്. വഅൻതും ലാ തശ്ഉറൂൻ, ആ ശിക്ഷ നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴല്ല വന്നെത്തുക. പിന്നെയോ പെട്ടെന്ന് മരണം വരും, പെട്ടെന്ന്
ഒരു പക്ഷേ ഖിയാമത്ത് നാൾ ഉണ്ടാകാം, മനുഷ്യന് അപകടങ്ങൾ സംഭവിക്കാം. അതിനു മുൻപ് അള്ളാഹുവിന്റെ നിയമങ്ങളെ പിൻപറ്റണം. അതല്ലെങ്കിൽ എന്തിനാണ് പിൻപറ്റേണ്ടത്? ഖുർആൻ പറയാം, അൻ തഖൂല, നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. അൻ തഖൂല, നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. അൻ തഖൂല നഫ്സുൻ, ഒരു മനുഷ്യൻ പറയാതിരിക്കാനാണ്. യാ ഹസ്റത, എന്റെ നാശമേ, അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. വ ഇൻ കുൻതു ലമിനസ് സാഖിരീൻ, ഖുർആനിന്റെയും ഹദീസിന്റെയും ഇസ്ലാമിന്റെയും നിയമങ്ങളെ ഞാൻ കളിയാക്കിയല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അതാണ് അൻ തഖൂല എന്ന് പറഞ്ഞ, പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടുന്ന് പരലോകത്തുനിന്ന് അവിടെ നിങ്ങൾ പറയാതിരിക്കാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഖുർആനെയും പ്രവാചക ചര്യയെയും പിൻപറ്റണം. എന്താ പറയാ? യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, മതത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് മാത്രമല്ല, വ ഇൻ കുൻതു ലമിനസ് സാഖിരീൻ, അതിനെയെല്ലാം കളിയാക്കിയ ആളായിരുന്നല്ലോ ഞാൻ. ഇസ്ലാമിന്റെ ഒരു നിയമം പറയുമ്പോ അതൊക്കെ എല്ലാവരും അങ്ങനെ പറയും എന്ന് പറഞ്ഞ് നിസാരമാക്കി കളഞ്ഞിരുന്ന ആളായിരുന്നല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഔ തഖൂല, പറയാതിരിക്കാൻ വേണ്ടിയാണ്. ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ, അല്ലാഹു എന്നെ ഹിദായത്തിലാക്കിയിരുന്നെങ്കിൽ ഞാനൊരു മുത്തഖിയാകുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അതിനാണ് അല്ലാഹുവിന്റെ നിയമങ്ങളെ പിൻപറ്റേണ്ടത്. ഔ തഖൂല, പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഹീന തറൽ അദാബ, ശിക്ഷ നേർക്ക് നേരെ കാണുമ്പോൾ, ലൗ അന്നലി കറത്തൻ, പടച്ചവനെ എനിക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, ഫ അകൂന മിനൽ മുഹ്സിനീൻ, ഞാനൊരു നല്ല മനുഷ്യനാകുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഖുർആനിന്റെ സംസാരം നോക്കൂ നിങ്ങൾ, ഇത് നമ്മുടെ സംസാരമല്ലല്ലോ, ഖുർആന്റെ സംസാര. പറയാതിരിക്കാൻ വേണ്ടിയാണ് പരലോകത്തെന്ത് ശിക്ഷ നേർക്ക് നേരെ കാണുമ്പോ, പടച്ചവനെ എനിക്കൊരൊറ്റ മടക്കം തന്നാൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ നല്ലൊരു മനുഷ്യനാകും എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങളെ പിൻപറ്റണം. ബലാ ഖദ് ജാഅത്ക ആയാതി, അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു പറയുക, ബലാ ഖദ് ജാഅത്ക ആയാതി, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്നിലേക്ക് വന്നെത്തിയിരുന്നു. പക്ഷേ ഫകദ്ദബ്ത ബിഹാ, നീ അതിനെ കളവാക്കി. വസ്തക്ബർത, നീ അഹങ്കാരം നടിക്കുകയും ചെയ്തു. വകുൻത മിനൽ കാഫിരീൻ, നീ അതിനെ നിഷേധിച്ചിരുന്ന ആളായിരുന്നു. അല്ലാഹു പറയും, അതൊക്കെ വന്നതാണല്ലോ, ഇതൊക്കെ കേട്ടതാണല്ലോ, ഇതൊക്കെ പറഞ്ഞതാണല്ലോ, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. പക്ഷെ നീ എന്ത് ചെയ്തു? നീ അഹങ്കാരം നടിച്ച് അതിനെയെല്ലാം നീ നിഷേധിച്ചു. വയൗമൽ ഖിയാമത്തി, നാളെ പരലോകത്ത്, തറല്ലദീന കദ്ദബു അലല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ കളവാക്കിയ ആളുകൾ, അവരെ പ്രവാചകരെ നിനക്ക് കാണാം. വുജൂഹുഹും മുസ്വദ്ദാ, അവരുടെ മുഖം അങ്ങനെ കൂരിരുട്ട് ബാധിച്ചതായിക്കൊണ്ട്. അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരികളായ ആളുകൾക്ക് അഭയമായിട്ടുള്ളത്, ഏറ്റവും അവർക്ക് യോഗ്യമായത് നരകമല്ലേ? അല്ലാഹു പറയാൻ സൂറത്ത് സുമറിലൂടെ, എന്നാൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും ബിമഫാസതിഹിം, സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് അവരെ രക്ഷപ്പെടുത്തും. ലാ യമുസ്സുഹുമുസ്സൂഉ, യാതൊരു തിന്മയും അവരെ ബാധിക്കുകയില്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും സങ്കടപ്പെടേണ്ടി വരികയും ചെയ്യുകയില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 7 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ വചനങ്ങൾ എന്നത്. അപ്പോ പുതിയ കാലത്ത് വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ ഇച്ഛ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം, ഇതൊക്കെ എന്റെ ഇഷ്ടല്ലേ, എന്താ എനിക്ക് അങ്ങനെ ജീവിച്ചാൽ, അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങിയാൽ, മതത്തിന്റെ നിയമങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ എല്ലാവരും എല്ലാ കാര്യത്തിനും എന്റെ ഇഷ്ടല്ലേ, എനിക്ക് എന്റെ ഇഷ്ടം ചെയ്തൂടെ എന്ന് ഹറാമും ഹലാലും നോക്കാതെ നാം പറയുന്നതിനെയാണ് ഹവ എന്ന് പറയുന്നത്. നമ്മുടെ ഇച്ഛയാണ്, അല്ലാതെ ഇസ്ലാമിന്റെ നിയമമല്ല. അതുകൊണ്ടാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മുൻപിൽ പരലോകത്ത് വിചാരണക്ക് നിൽക്കണമെന്ന് ഭയമുള്ള ആളുകൾ, അങ്ങനെ മനസ്സിലേക്ക് വരുന്ന ഇച്ഛകളെ തടഞ്ഞു നിർത്തുന്നവരായിരിക്കും അവർ.
ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കാണ് സ്വർഗ്ഗമെന്ന അഭയസ്ഥാനമുള്ളത്, അവർക്കാണ് സ്വർഗ്ഗമെന്ന അഭയസ്ഥാനമുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ, ഇസ്ലാമികമായ കാര്യങ്ങൾ ഇതനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ദീനിന്റെ നിയമങ്ങൾ വളരെ കൃത്യമായി ശക്തമായി നാം ഫോളോ ചെയ്യേണ്ടതുണ്ട്. മതത്തിന്റെ നിയമങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. അത് ഫോളോ ചെയ്യാൻ നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നാം പരിശീലിപ്പിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, മക്കളെ എങ്ങനെ നന്നാക്കും എന്ന് ആലോചിച്ച് നടക്കുന്ന കുറെ മാതാപിതാക്കളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഈ എടക്കരയുടെ പരിസരം വെച്ചുകൊണ്ട് ഞാൻ പറയാം, വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന പള്ളി എല്ലാ ഞായറാഴ്ചയും 1.5 മണിക്കൂർ നേരത്തെ ക്ലാസ് എവിടെ? നമ്മുടെ ഗൈഡൻസ് സ്കൂളിൽ വെച്ച് എല്ലാ കുട്ടികൾക്കും, എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാ ഞായറാഴ്ചയും എടക്കര നമ്മുടെ സ്കൂളിൽ വെച്ചുകൊണ്ട് ക്ലാസ്. വെക്കേഷൻ കാലഘട്ടം വരുന്നത് 5 ദിവസത്തെ ക്യാമ്പ് വരാറായി. ഈ മാസം തൊട്ടടുത്ത് 5 ദിവസത്തെ ക്യാമ്പ് 8ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്ക് വേണ്ടി. മെയ് മാസം 3 ദിവസം 8ാം ക്ലാസ് മുതലുള്ള പെൺകുട്ടികൾക്കുള്ള ക്ലാസ്. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുകയാണ്. ചുറ്റും നടക്കുമ്പോഴും നമ്മൾ ബാപ്പയും ഉമ്മയും എന്താ വിചാരിക്കണോ വെച്ചാൽ, എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടി ഉഷാറാവുന്ന. ഇനി ഒന്നുകൂടി, ഇങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് പോകുന്ന ആൺകുട്ടികൾ, ഇങ്ങനെയുള്ള ക്ലാസുകളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ, ഇങ്ങനെയുള്ള ക്യാമ്പുകളും ക്ലാസുകളും നടത്തുന്ന സംഘടനാ സംവിധാനങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്ത ഈ പള്ളിയിൽ വരുന്ന കുറെ ആളുകളുടെ മക്കൾ എനിക്കറിയാം. അങ്ങനെ ഒരു ബാപ്പാനോട് ചെന്ന് നിങ്ങളെ മകനെ കുറിച്ച് എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കി. ആ ബാപ്പ നല്ലതേ പറയൂ. എന്റെ കാരണം എന്താ അറിയോ? നല്ല ഒരു പിയർ ഗ്രൂപ്പ്, നല്ലൊരു ടീം, ഇസ്ലാമികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കുണ്ടായി എന്നതാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ ഈ വെക്കേഷനിൽ നമ്മുടെ മക്കൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അതല്ലെങ്കിൽ പുതിയ പുതിയ ചില വ്യാഖ്യാനങ്ങളും രീതികളും കാഴ്ചപ്പാടുകളും ലിബറൽ ചിന്തകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ മുള പൊട്ടി ഇങ്ങനെ വരും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടത്തിനും പ്രയാസത്തിനും ഈ ദുനിയാവിൽ തന്നെ നാളെ പരലോകത്തിലും കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.